ദുബായ് തൃശ്ശൂർ പൂരം നടക്കുന്ന പൂരപ്പറമ്പിലേക്ക് തലേ ദിവസത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പോയാലോ? കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഇവിടെ തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ട്. ഇത്തവണ എനിക്കും ഇതിൽ പങ്കെടുക്കാനൊരു ഭാഗ്യമുണ്ടായി. ഞാനും ചേട്ടനും കൂടി പൂരത്തലേന്ന് ഇവിടെ ഉത്സവപ്പറമ്പൊക്കെ ഒന്ന് കാണാനും മെഗാ തിരുവാതിര നടക്കുന്നുണ്ടെന്ന് കേട്ടു. അതും ചെണ്ടമേളം, ചമയപ്രദർശനം അതൊക്കെ കാണാനും കൂടി വേണ്ടി ഇറങ്ങിയതാണ്. പൂരപ്പറമ്പിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നിലായി തന്നെ കൊടിമരം നാട്ടിയിട്ടുണ്ട്. അതിന് മുന്നിൽ ദീപസ്തംഭത്തിൽ വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഫുഡ് കോർട്ടുകളുണ്ട്, സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലായിട്ട് പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പല കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് കാവടി തള്ളിക്കൊണ്ടുവരുന്നത് കണ്ടത്. ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് അത് കൊണ്ടുവന്നത്. അടുത്ത് വന്നപ്പോഴല്ലേ അത് കൊണ്ടുവന്ന ആളെ മനസ്സിലായത്. ഞങ്ങളുടെ നാട്ടുകാരനായ ഷൈജു ആയിരുന്നു അത്. അവൻ എൻ്റെ ക്ലാസ്മേറ്റും കൂടി ആയിരുന്നു കേട്ടോ. അപ്രതീക്ഷിതമായിട്ടാണ് അവൻ അവിടെ വെച്ച് കണ്ടത്. കുറച്ച് നേരം അവനായിട്ട് സംസാരിച്ച് നിന്നു. ഷൈജു നന്നായിട്ട് കാവടി ആടുന്ന ആളാണ് കേട്ടോ. തലയിൽ ഗ്ലാസ് വെച്ച് അതിന് മുകളിൽ കാവടി വെച്ച് ആടുന്ന ആളാണ്. പൂരത്തിൻ്റെ അന്ന് അവൻ്റെ ഗ്ലാസ് വെച്ചിട്ടുള്ള കാവടിയാട്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് നടന്നു. ഗ്രൗണ്ടിൽ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയൊക്കെ നല്ല ഭംഗിയിലുണ്ടാക്കി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇപ്പം ഇത് കണ്ടാൽ നാട്ടിലെ പൂരപ്പറമ്പാണെന്നേ തോന്നുന്നു. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് സ്റ്റേജും തൊട്ടടുത്തായിട്ട് ചമയപ്രദർശനവും കാണാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ ചെണ്ടമേളം തുടങ്ങി. യൂണിഫോമൊക്കെ ഇട്ട് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ അവർ എല്ലാവരും കൂടി ചേർന്ന് കണ്ടാൽ കൊട്ടണത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. ചെണ്ടമേളം കഴിഞ്ഞ ഉടനെ മെഗാ തിരുവാതിര ഗണേശസ്തുതിയോടെ ആരംഭിച്ചു. ഒരേപോലെയുള്ള വേഷവിധാനത്തോടെ അണിഞ്ഞൊരുങ്ങിയ മലയാളി മംഗമാർ ഒരുപോലെ ചുവട് വെച്ച് കളിക്കുന്നത് കാണികൾക്ക് നല്ലൊരു ദൃശ്യവിരുന്നായിരുന്നു. മെഗാ തിരുവാതിരയുടെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഷോർട്സായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കളിക്കാരുടെ ചുറ്റും ആൾക്കാർ കൂട്ടം കൂടി നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. തിരുവാതിര തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. അപ്പോൾ എനിക്ക് ബാക്കിലെ സ്ഥലം കിട്ടിയത്. ചേട്ടനാണെങ്കിൽ എൻ്റെ തൊട്ടടുത്തായിരുന്നില്ല, കുറച്ച് നീങ്ങിയാണ് നിന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. അത് കണ്ടെന്നൊരു ചേട്ടൻ എനിക്ക് വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്ത് തന്നു. തിരുവാതിരക്കളി കഴിഞ്ഞ ഉടനെ ഒരു ചേച്ചിയുടെ ഭക്തിഗാനം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് അധികം തിരക്കൊന്നും കണ്ടില്ല. പക്ഷേ തിരുവാതിര തുടങ്ങിയപ്പോഴേക്കും നല്ല തിരക്കായി. ഈ സമയത്തൊക്കെ നല്ല തിരക്ക് തന്നെയാണ്. എൻ്റെ ബ്രദേഴ്സ് 2 പേരും ദുബായിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവരെ വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും അവന്മാരിവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ താഴെയുള്ള ആളെയാണ് കേട്ടോ ഫസ്റ്റ് കണ്ടത്. അവൻ്റെ പേര് അജിത്ത് എന്നാണ് കേട്ടോ. കൂടെയുള്ളത് മോനാണ്. ആദുട്ടെന്നാണ് ഞങ്ങൾ വിളിക്കണേ. എന്നെ പോലെ തന്നെ ഒരു ചാനൽ അവനും ഉണ്ട് കേട്ടോ. വാണ്ടറിങ് അജി എന്നാണ് അതിൻ്റെ പേര്. ഇത് സുജിത്താണ്, മൂത്ത ആങ്ങളെയാണ് കേട്ടോ. അവനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങോട്ട് കാവടി കൊണ്ടുവരാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സുജിത്ത് ഒറ്റയ്ക്കാണ് വന്നിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ ഷെറിനെയും ഫാമിലിനെയും കണ്ടു. സുജിത്തിൻ്റെയും ഫ്രണ്ടാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചമയപ്രദർശനം കാണാൻ പോയി. ഈ സമയത്തൊന്നും ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടൻ പൂരപ്പറമ്പിൻ്റെ വേറൊരു ഭാഗത്തായിരുന്നു. തൃശ്ശൂർക്കാരിയാണെങ്കിലും ഞാൻ തൃശ്ശൂർ പൂരം ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഈ ഹോളിൻ്റെ ഒരു സൈഡിലായിട്ട് മുത്തുക്കുടകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസുകളുണ്ട്. തലേ ദിവസമായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ അവിടെ ഓടി നടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്.
അവിടെ നിലവിളക്കൊക്കെ കൊളുത്തി നെൽപ്പറ, പൂപ്പറ, ഫ്രൂട്ട്സ് പറ, അങ്ങനെ പലതരം പറകളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് വെള്ളം നിറച്ചിട്ട് ഫൗണ്ടനൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ആനേനെയൊക്കെ കാണാം. ആനച്ചമയങ്ങളാണ് കേട്ടോ ചമയ പ്രദർശനം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലവട്ടം, വെഞ്ചാമര, മുത്തുക്കുട, നെറ്റിപ്പട്ടം, അങ്ങനെ എല്ലാതും ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല കളറ് തുണികൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഇങ്ങനെ ചമയ പ്രദർശനം കണ്ട് തിരിച്ചു പോരുന്ന വഴി ഞങ്ങൾ ഗീതമ്മ ശരത് കൃഷ്ണ സ്റ്റോറീസിലെ ഗീതമ്മേനെയും ശരത് കൃഷ്ണനെയും കണ്ടു. അജിത്താണ് കേട്ടോ എനിക്ക് അവരെ പരിചയപ്പെടുത്തി തന്നത്. അവർ ദുബായ് പൂരം കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ്. ഇതിനു മുമ്പ് മറ്റു പല യൂട്യൂബേഴ്സിനെയായിട്ട് പരിചയപ്പെടാൻ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗീതമ്മനോട് അവരോടൊന്നും തോന്നാത്ത എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നി. കുറച്ച് സമയം കൂടി ഞങ്ങൾ ആ പൂരപ്പറമ്പൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അപ്പോഴേക്കും സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ആളുകൾക്ക് നിൽക്കാൻ അനുവദിച്ചിരുന്ന സമയമൊക്കെ കഴിഞ്ഞു തുടങ്ങി. പൂരത്തിൻ്റെ അന്നത്തേക്കുള്ള കുറേ ഒരുക്കങ്ങൾ അവർക്ക് ഇനിയും നടത്താനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പുറത്ത് പോകണമെന്നും പറഞ്ഞ് അവർ അനൗൺസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നാളെ പൂരപ്പറമ്പിൽ കാണാം.